മഴക്കെടുതിയിൽ മഹാരാഷ്ട്ര പൂനെയിലും റായ്ഗഡിലും പ്രളയ സമാനമായ സാഹചര്യം. 300ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. വെള്ളക്കെട്ടിൽ മുങ്ങി മുംബൈ നഗരം. വിമാന സർവീസുകൾ താറുമാറായി. ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെ സഹായം തേടുമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന്റെയും നഗരസഭകളുടെയും കെടുകാര്യസ്ഥതയെന്ന് മുൻ മന്ത്രി ആദിത്യ താക്കറെ. മഹാരാഷ്ട്രയിൽ ഒരാഴ്ചയായി തുടരുന്ന കനത്ത പേമാരിയിൽ ജനജീവിതം ദുസ്സഹമായി. പൂനെയിലും റായ്ഗഡിലും പ്രളയ സമാനമായ സാഹചര്യം. നഗരസഭയുടെ കെടുകാര്യസ്ഥതയെ മുൻമന്ത്രി ആദിത്യ താക്കറെ കുറ്റപ്പെടുത്തി. खराब नियोजन के हिसाब से अगर आप देखें तो कई जगह वार्ड ऑफिसर नहीं है, चुनाव नहीं हुए तो नगर सेवक नहीं है, और सबसे अहम बात यही है कि जो आज सत्ता में बैठ चुके हैं वो खुद की सत्ता के लिए बैठे हैं, जनता के काम नहीं कर रहे, इसलिए ये हालत. താനെയിലും പൂനെയിലും കല്യാണിലുമായി 300ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ജനങ്ങൾ ഭരണകൂടവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ആവശ്യപ്പെട്ടു. മുംബൈയിൽ റെഡ് അലർട്ട്. വിമാന സർവീസുകൾ താറുമാറായി. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് 11 വിമാനങ്ങൾ റദ്ദാക്കുകയും 10 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. വിമാനങ്ങൾ അഹമ്മദാബാദ്, സൂരത്ത്, ഹൈദരാബാദ്, ഇൻഡോർ എന്നിവിടങ്ങളിലേക്കാണ് വഴിതിരിച്ചുവിട്ടത്. മഴക്കെടുതിയുള്ള ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ റായ്ഗഡ് പൂനെ റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 4 പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുന്നതായി റിപ്പോർട്ട്. അതേസമയം പല ഭാഗങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെ സഹായം തേടുമെന്നും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. हालांकि एनडीआरएफ एसडीआरएफ से डिजास्टर मैनेजमेंट भी पूरी तरह काम कर रहा है, और मैं आर्मी के मेजर जनरल अनुराग विज इनसे भी बातचीत की हुई है, कर्नल संदीप जी से बातचीत की है, और उनको भी कहा है आपकी भी टीम अलर्ट रखो. കനത്ത മഴ മുംബൈയിലെ സാധാരണ ജീവിതത്തെ താറുമാറാക്കിയപ്പോൾ തടാകങ്ങളിലെ ജലനിരപ്പ് ഗണ്യമായി വർദ്ധിച്ചത് നഗരത്തിലെ ശുദ്ധജല വിതരണ സംവിധാനത്തെ തുണയ്ക്കും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.